ബിസിനസ് രംഗത്ത് നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. പല പരാമർശങ്ങളും നടത്തിയതിന്റെ പേരിൽ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ മോചനത്തിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ പണപ്പിരിവ് നടത്തിയതോടെ ഇതേ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശങ്ങൾ വിവാദമായിരിക്കുകയാണ്. ഹണി റോസിനെതിരെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ വിവാദ പരാമർശമുണ്ടായിരിക്കുന്നത്. ഹണി റോസും ബോബിയും ഒരു വേദിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ പരാമർശമുണ്ടായത്. ബോബി ചെമ്മണ്ണൂരിന്റെ ക്ഷണപ്രകാരമായിരുന്നു ഹണി റോസ് ആ പരിപാടിയിൽ പങ്കെടുക്കാനും എത്തിയത്. പരിപാടിയുടെ ഭാഗമായി തന്നെ ചെമ്മണ്ണൂർ ജ്വല്ലറിയും ഹണി റോസ് സന്ദർശിച്ചു. ഇതിനിടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശനത്തിന് ഇടയാക്കിയ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഹണി റോസിന്റെ കഴുത്തിൽ ഒരു നെക്ലേസ് അണിയിച്ച ശേഷം താരത്തെ ബോബി ചെമ്മണ്ണൂർന്ന് പിടിച്ച് കറക്കി. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നും ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുന്നുവെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് തന്നെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത്. അശ്ലീല ചുവയുള്ള ഇത്തരം ബോബി ചെമ്മണ്ണൂർ നേരത്തെയും നടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് എല്ലാവരും പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലർ ഹണി റോസിനെയും വിമർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഹണി റോസ്, താങ്കൾക്ക് ബാഡ് കമന്റ് ഇടുന്ന ഫേസ്ബുക്കിലുള്ളവരെ പറ്റി പറയാൻ 100 നാവാണല്ലോ. നിങ്ങളുടെ മുന്നിൽ വെച്ച്, അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു കോടീശ്വരൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ താങ്കളുടെ മുഖത്ത് ചിരി മാത്രമാണല്ലോ കണ്ടത് എന്നാണ് ജിൽ ജോയ് എന്ന വ്യക്തി കുറിച്ചത്. അതേസമയം തന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തെങ്കിൽ തീർച്ചയായും അത് മോശമായി പോയി, ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിനുള്ള തക്കതായ മറുപടി ഹണി റോസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ എങ്ങനെയാണ് ഇല്ലാതാവുക? അദ്ദേഹവും അദ്ദേഹത്തിന്റെ പേരിലുള്ള ചാരിറ്റി ട്രസ്റ്റും ചെയ്തത് കുറച്ചൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.